പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ സംഗീതോത്സവം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. കർണാടക സംഗീത കുലപതി സംഗീത കലാനിധി പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. ഏകാദശിക്ക് ഗുരുവായൂരപ്പ സന്നിധിയിൽ വർഷങ്ങളോളം സംഗീതാർച്ചന നടത്തിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16-നാണ് ഇഹലോകവാസം വെടിഞ്ഞത്. വിയോഗശേഷം ശിഷ്യന്മാരുടെ പങ്കാളിത്തത്തോടെ ആ വർഷം ദേവസ്വം സംഗീതോത്സവം നടത്തി. 1975 മുതൽ ദേവസ്വം ഇത് വിപുലമാക്കി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് ദേവസ്വം ആസൂത്രണം ചെയ്യുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായുള്ള സംഗീത സെമിനാർ ഞായറാഴ്ച കിഴക്കേനടയിലെ നാരായണീയം ഹാളിൽ നടക്കും. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഗീത കോളേജുകൾ, സ്കൂൾ ഓഫ് ഡ്രാമ, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീതാസ്വാദകരായ ഭക്തരും സെമിനാറിൽ പങ്കെടുക്കും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചെമ്പൈയുടെ ഭവനത്തിൽ നിന്ന് തിങ്കളാഴ്ച ഏറ്റുവാങ്ങി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി Dr. R. ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി A. കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തവിൽ അടിയന്തര വിഭാഗത്തിന്റെ മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീത ഉപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ദശമി നാളായ ഡിസംബർ 10 രാവിലെ 9 മണിക്ക് പഞ്ചരത്ന കീർത്തന ആലാപനവും ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. ഡിസംബർ 11-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. CCTV ന്യൂസ്, ഗുരുവായൂർ.